അമ്മ രാവിലെ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ അപ്ലോഡ് അപ്പോൾ ഒന്ന് അടച്ചു വെക്ക്. ഞാൻ എങ്ങനെയാണ് നിന്റെ ഒരു വീട്ടിലേക്ക് അയക്കുന്നേ? കൊറിയർ ചെയ്താ മതി അഡ്രസ് അറിയാമെങ്കിൽ. തകർത്തുത്തരം പറയുന്നത് ടോക്ക് ഷോ ആണോ? സ്വന്തം മോളാണെന്ന് പോലും ഞാൻ നോക്കൂല. അമ്മ എന്നെ നോക്കിയില്ലെങ്കിൽ ഞാനും അമ്മയെ നോക്കൂല. അതാണോ മോളെ ഞാൻ പറഞ്ഞേ? നീ ഇപ്പം റീൽസ് ഒക്കെ നിർത്തിയിട്ട് വല്ല പാചകവും പഠിക്ക്. എവിടെയെങ്കിലും കെട്ടിക്കയറി ചെല്ലാനുള്ളതാ. നമ്മൾ എന്തിനമ്മയെ കെട്ടിക്കേറി ചെല്ലണം? നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ പോണം. അല്ല നമ്മൾ ഒരിടത്തും കെട്ടിക്കേറി ചെല്ലാൻ പാടില്ല. അതാണോ ഞാൻ പറഞ്ഞേ? ഓരോ ദിവസം ചെല്ലും തോറും എന്റെ പ്രായം കൂടിക്കൂടി വരുവാ. അതിപ്പോ അമ്മയ്ക്ക് മാത്രമൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും ഓരോ ദിവസം കഴിയുമ്പോ പ്രായം കൂടിക്കൂടിയാണ് വരുന്നത്. പക്ഷെ അതാരും സമ്മതിക്കൂല. അല്ല രസീറക്ക? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ മോളുടെ കല്യാണം. അമ്മ സമാധാനപ്പെടും. ഇന്നത്തെ എന്റെ റീല് വൈറലാവും. അത് കഴിയുമ്പോ ഞാനൊരു സെലിബ്രിറ്റി ആവും. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എന്റെ കല്യാണം നടത്തും. ഈ ജന്മത്തിൽ എന്റെ മോളുടെ കല്യാണം നടക്കത്തില്ല അല്ലേ? എന്റെ ദൈവമേ, എല്ലാരെയും വൈറലാക്കി ഇവക്കൊരു വൈറൽ പനി പോലും വന്ന് ഇവളെ വൈറലാക്കുന്നില്ലല്ലോ. കഷ്ടം തന്നെ. ഓ മക്കളെ, ഈ പാട്ട് കേട്ടപ്പോ അമ്മയ്ക്കൊരു ഓർമ്മ വന്നു. എന്തോന്നു? പണ്ട് അമ്മ വീട്ടില് ബസ് ഇറങ്ങി പാട വരുമ്പത്തൂടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് പോകുമ്പോ എന്റെ മോളൊരു കാര്യം പറയുമായിരുന്നു. എന്തോന്നമ്മ? അമ്മേ ചളിയെന്ന്. എന്റെ മോളുടെ കല്ല് ചളി പറ്റാതിരിക്കാൻ മോളെ ഞാൻ എടുത്ത് ഒക്കത്ത് വെച്ച് പതുക്കെ നടന്ന് സംസാരിച്ചു പോകും. അയ്യോ, അത് പാട വരുമ്പോ ചളിയെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ വായെന്ന് പറഞ്ഞ മൊത്തം ചളിയെന്ന്. ഞാനല്ലേ ചളി, നിന്റെ റീൽസ് ആണടി ചളി. അതൊക്കെ പോട്ട്, നീ ഇതുവരെ എത്ര റീൽസ് ചെയ്ത്? 1000-ഓളം ചെയ്തു. എല്ലാ വീഡിയോക്കും ഒരു ലൈക്ക് വെച്ച് കിട്ടിയില്ലെങ്കിൽ നിലക്കിപ്പോ 1K എങ്കിലും ആവൂലായിരുന്ന. അമ്മ സമാധാനപ്പെടമ്മ, അതൊക്കെ ശരിയാവും. വർഷം കുറയായി ഈ സമാധാനപ്പെടെന്ന് പറയണ കേട്ടിട്ട്. ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കാനഡയിൽ പോവാൻ. ഓഹോ, കാനഡയിൽ പോവാൻ റെഡിയാവുന്ന അമ്മ. ദൈവമേ, എപ്പോ നോക്കിയാലും ഫോണിന്റെ അകത്താണല്ലോ ഇവള്. അടി, നീ ചെയ്ത റീൽസിന്റെ ഒക്കെ താഴെയുള്ള കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? എന്തിന്? വായിക്കണോ? കേക്കണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വായിച്ചു. അമ്മ ആദ്യത്തെ കമന്റ് കണ്ടാ? നിർത്തിച്ചിട്ട് വല്ല പണിക്കും പൊക്കൂടെ? അത് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ എന്ത് പരിപാടി ഉണ്ടോ ഇതേപോലത്തെ ഒരു കമന്റ് അതവിടെ മസ്റ്റാണ്. രണ്ടാമത്തെ കമന്റ് എനിക്ക് ചിരി വരുന്നില്ല. കോമഡി പരിപാടികൾ മാത്രം കണ്ടുവരുന്ന ഒരു തരം കമന്റ് ആണ് ഇത്. എന്റെ മോള് കഷ്ടപ്പെട്ട് ചെയ്ത റീൽസ് അവന് കോമഡി ആയിട്ടാണ് തോന്നിയെന്നല്ലേ? കുഴപ്പമില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ കുറയുന്നില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. മരുന്നിന്റെ പേര് പറഞ്ഞ മക്കളെ. അത് എന്തിനമ്മ അമ്മ പറയണ? എന്തിന്? ഞാനല്ലെങ്കിൽ ഇവിടെ പ്രഷർ വന്ന് ചത്തു പോവും. അതുകൊണ്ടല്ലേ ചോദിച്ചേ. അതെങ്ങനെ അമ്മ ചാവും? നിന്റെ കൂടെ അല്ലേടി ഞാൻ ജീവിക്കണേ. അമ്മ, ഞാനേ അകത്ത് ഫ്രഷ് കണ്ടന്റ് ആലോചിച്ചു. ഓ ചെല്ലി, ഫ്രഷ് കണ്ടന്റ് ആലോചിക്കട്ടാ. എനിക്ക് കേക്കായിരിക്കുന്നു ഞാൻ. നിങ്ങൾ കേക്കണം. ഇവളെ അപ്പൂപ്പൻ ICUവിൽ ഇഞ്ചക്ഷൻ എടുത്ത് കിടന്നപ്പോ ഇവള് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത്. അതിന്റെ ക്യാപ്ഷൻ എന്തോന്നറിയാമോ? കിട്ടിയാ കിട്ടി, ആ മോളാണ് ഈ നിക്കണത്. അല്ല, കണ്ടന്റ് നോക്കാനാണെന്നും പറഞ്ഞു പോയിട്ട് നീ കിച്ചണിലോട്ടാണല്ലോ പോണ. പാചകത്തെ വെച്ച് കണ്ടന്റ് ചെയ്യാലോ. ദൈവമേ, ആരെ കൊലക്കി കൊടുക്കാനാണോ പോണം? എന്നാലും എന്റെ പൊന്നാങ്ങളെ വിളിച്ചു നോക്കാം. ഹലോ പൊന്നാങ്ങളെ, ഇവൾ ഒരു തരത്തിലും കല്യാണത്തിന് നിൽക്കുന്നില്ലെന്നേ. എടി, നീ അവളടുത്ത് സെന്റി അടിക്കണം. കല്യാണം നടക്ക സെന്റോ സ്പ്രേയോ അത്രോ എന്ത് വേണേലും ഞാൻ അടിക്കാം. നിന്റെ വീട്ടിൽ റൂം ഫ്രഷർ ഉണ്ടോടി? ഉണ്ട്. അത് നിന്റെ വീട് മൊത്തം അങ്ങ് അടിച്ചാറ്. അതെന്തിനാ? നിന്റെ സെന്റ് അല്ലേ അവിടെ കിടന്ന് ചീയും. എടി, സങ്കടമുള്ള കാര്യം പറയണമെന്ന്. ശങ്കരൻ വന്നിട്ട് അവളടുത്ത് എന്തോ എടുക്കാനാ? നിന്റെ
അങ്ങ് അടിച്ചാരെ. എടി കല്യാണം നടക്കണമെങ്കിൽ ഞാനൊരു ചെറുക്കനെ അങ്ങോട്ട് വിടാം. പിന്നെ പയ്യൻ 2K ആണ്. അയ്യോ UK ഇനിയിപ്പോ എപ്പോ വിടാത്താനാ? UK നാണോടി ഞാൻ പറഞ്ഞത് 2K എന്നല്ലേ. പയ്യൻ 2K ആണ്. പയ്യന്മാരെയൊന്നും ഇവിടെ തൂക്കാൻ കൊണ്ടുവരണ്ട. ഇവിടെ ഞാനും അവള് കൊണ്ട് തൂക്കാൻ. എടി 2K എന്നാണ് ഞാൻ പറയുന്നത്. പയ്യനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ റീൽസ് എങ്ങനെ റീച്ച് ആക്കാം, അക്കൗണ്ട് എങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാക്കാം, ഫോൺ അരച്ചു കലക്കി കുടിച്ചവനാ വരുന്നത് കേട്ടോ. ഫോണെന്ന് വെച്ചാൽ നീ ഫോണെന്ന് വെക്കുമായിരുന്നു, എനിക്ക് എന്റെ പണിക്ക് പോവായിരുന്നു. എടി അവനെപ്പ അങ്ങോട്ട് വരും കേട്ടോ. എങ്കിൽ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. ശരി ശരി ശരി. ആരാ? ഞാൻ ആരാന്ന് എന്നോടാണോ ചോദിക്കണം? നിങ്ങൾ ആരാന്ന്? കുറെ നേരം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമല്ലേ. ഇവരാരാ? അറിയത്തില്ല. അതല്ല, താൻ ആരാന്ന്? ഞാൻ ഈ അക്കൗണ്ടിൽ എങ്ങനെ റീച്ച് ഉണ്ടാക്കാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ടിപ്പുകളുടെ സുൽത്താൻ. ടിപ്പു സുൽത്താനോ? എന്താ താഴോട്ട് നോക്കിയിരിക്കുന്നത്? തോണ്ട കിടക്കുന്നു ടിപ്പു സുൽത്താൻ. എന്നോ മറിച്ചോയ പുള്ളിയെ എന്നാത്തിന് ഇങ്ങോട്ട് വലിച്ചടിച്ച് ഇവിടെ കൊണ്ടിട്ടത്. ടിപ്പു സുൽത്താൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ടിപ്പുകളുടെ സുൽത്താൻ. എന്റെ പേര് റീൽസൺ. ടാർസന്റെ മാമന്റെ മോൻ. നാട്ടെ പേരെന്താ? ആശീർവാദ്. നിങ്ങളുടെ ആട്ടയുടെ പേരാണോ ഞാൻ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പേരെന്തുവാന്ന്? കൗസല്യ. കൗശല്യമാണെങ്കിൽ അങ്ങോട്ടങ്ങനെ മാറ്റിക്കെട്ടണം. ഹേ എന്നെ ഉണ്ടായിരിക്കുന്നേ. മാറ്റിക്കെട്ടതില്ല, കുറച്ചത് അങ്ങോട്ട് നിർത്തിയിരിക്കുന്നോളാം പശുവിനെ. എന്റെ പേരാണ് പറഞ്ഞ കൗസല്യ. ജസ്റ്റ് മെഷർമെന്റ് കൗശല്യമ്മ എന്ന് വെച്ചാ ഞാൻ നിങ്ങളെ നടന്നതാന്ന്. എന്തോടാ ടേപ്പോ? നീ എന്നാ ടേപ്പോന്ന്? പിന്നെ ആങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. എന്നാ എന്റെ കൊച്ചിനെ വിളിക്കാം. കൊച്ചിന്ന് കൊച്ചു വരാൻ കൊച്ചെന്നാ ഫ്രീക്കത്തിയാണോ? എന്റെ കൊച്ചിനെ വിളിക്കാന്ന്. മോളെ സോനെ, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. അമ്മയല്ലേ അവിടെ നിൽക്കുന്ന, അമ്മയ്ക്ക് നോക്കി കൂടെ ആരാ വന്നേന്ന്. തമാശക്കാരിയാ. നല്ല തമാശ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തമാശ അടിക്കോ? കൊള്ളാം. റീൽസൺ ചേട്ടൻ. ചേട്ടൻ എന്താ ഇവിടെ? നിങ്ങളുടെ അക്കൗണ്ടിൽ റീച്ച് ഇല്ലേ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ഇല്ലേ, എങ്കിൽ അവിടെ കാണും ഈ റീൽസ്. ചേട്ടൻ എന്നെ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ റീൽസിനൊക്കെ റീച്ച് കിട്ടുമല്ലോ. അങ്ങനെ എന്റെ റീൽസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി മലയാറ്റൊരു കുരിശും കൊണ്ടുപോകാൻ ഞാൻ നേന്നിട്ടുണ്ട്. മക്കളെ ഞാൻ വരട്ടെ മക്കളെ. വേണ്ട, ഒരു കുരിശ് കൊണ്ടുപോകാൻ ഞാൻ നേന്നിട്ടുണ്ട്. ആരുടെങ്കിലും കൈ കൊടുത്ത് വിടണയാണ് നല്ലത്. നീ പോയാ 2 കുരിശാവും. ദൈവമേ, 2 കുരിശുകളിടത്താണല്ലോ ഞാൻ വന്ന് പെട്ടത്. 10 മാസം ചുമന്ന് പറ്റതാണോടി ഞാൻ നിന്നെ. നീ എന്റെ വയറ്റിന്റെ അകത്ത് തന്നെയാണോ വന്നേ? പിന്നെ വയറ്റിന്റെ അകത്തല്ലാതെ വയറ്റിൽ ഹാപ്പി എന്ന് പറയാൻ ഞാൻ എന്തോ ബസ്സാ? സൂപ്പർ സാധനം. കൊള്ളാം കേട്ടോ. ഇനി ഇതുപോലെ സാധനങ്ങൾ വരുമോ? തമാശയെന്ന് മനസ്സിലായി. മാഷെ, എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കയറ്റി കൊടുക്കണം. എന്നിട്ട് വേണം ഇവക്കടെ കല്യാണം നടത്താം. ഇവക്കടെ ജാതകവുമായി ചേർച്ചോളം ജാതകം കിട്ടാൻ പാടാന്നേ. അമ്മേ, ഈ പണ്ടൊക്കെയാണ് ഈ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ എല്ലാരും കണ്ടന്റ് നോക്കിയാണ് കല്യാണം കഴിക്കുന്നത്. ഉദാഹരണത്തിന് വരൻ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതൊരു കണ്ടന്റ് ആയില്ലേ? അത് വീണ്ടും കാറിൽ വന്നിറങ്ങി. അവിടെ എന്ത് സംഭവിച്ചു? വേറൊരു കണ്ടന്റ്. അങ്ങനെ നോക്കിയാണ് ഇപ്പൊ എല്ലാരും കല്യാണം വരെ കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാ, റീൽസ് എടുക്കുമ്പോൾ കൊളാബ് ചെയ്യണം. ഇവള് ചെയ്ത എല്ലാം കൊളാവാറുണ്ടല്ലോ. പിന്നെ എന്തിനാണ് കൊളാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മയുടെ വീട് കൊളമാവാണോ? അത് എന്താ? അമ്മ പറയുന്ന എല്ലാം കൊളാവുന്നുണ്ട്. ചേട്ടാ, നമ്മുടെ റീൽസിനൊക്കെ റീച്ച് കൂടാൻ ഐറ്റം വേറെ ഉണ്ടോ? ഐറ്റം വേറെ ഉണ്ടാന്നോ? ഐറ്റം വേറെ ഉണ്ട്. ഞാനിവിടെ പോയിട്ടുമുണ്ട്. അവിടെ പോവാണെ തമാശയായിട്ടേ പോവാവൂ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ തമാശയായിട്ടാണോ വേണ്ട മാഷെ പോണ്ടേ? ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് അവര് പറഞ്ഞു തമാശയുള്ള സ്കിറ്റ് വേണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ കുത്തിപ്പിടിച്ചൊരു കിട്ടിക്കാത്തി സ്കിറ്റ് അങ്ങനെ എഴുതി. എന്നിട്ട് ഞാനും എന്റെ ടീമും കൂടെ ഫ്ലോറിൽ കയറി കളിച്ചിങ്ങനെ കേറ്റി വെച്ചേക്കുവോ. സ്കിറ്റ് തീർന്നതല്ല, ഡയറക്ടർ മൈക്കിൽ കൂടെ വിളിച്ച് ജഡ്ജസ് കേൾക്കാൻ വേണ്ടി പറയോ ഒന്ന് കൊടുക്കാൻ. 1 ലക്ഷമോ? അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതാനിട്ട് ഒന്നങ്ങ് കൊടുത്താലോ. അത് കേട്ട മതി. പുറയിലത്തെ ഡോറും തുറന്ന് ഞാൻ ഒറ്റ ഓട്ടോ അങ്ങ് ഓടി. എന്തായാലും കൊള്ളാം. അതെ, നമുക്ക് എന്തൊക്കെ ഒരു റീൽസ് ചെയ്താലോ? ഞാനത് അങ്ങോട്ട് പറയായിരിക്കുന്നു ഏട്ടാ. അതിനുമുമ്പ് ഈ ഫോൺ ഞാനൊന്ന് വയ്ക്കട്ടെ. ഓക്കേ, കളിക്ക്. അമ്മ മാറമ്മ. മാറി. അല്ലും വൈറലാവും, എനിക്ക് ഉറപ്പാണ്. വൈറലായില്ലെങ്കിൽ വൈറലായില്ലെങ്കിൽ of course കയറും. പിന്നെ മാഷെ,
എന്റെ ആങ്ങളയുടെ മോളുടെ ബർത്ത്ഡേ ആണ് 23-ാം തീയതി. മാഷ് ഒരു ബർത്ത്ഡേ വിഷ് തരുമോ? കുട്ടിയുടെ പേരെന്താണ്? ആരർച്ചന. ഓക്കെ, ഫോക്കസ്. റെഡി. ഹായ്, എന്റെ പേര് റീൽസൺ. 23-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരാച്ചാർക്ക് അവർക്ക് ഇത്തിരി വെറൈറ്റി പിടിച്ചാലോ? അടുത്തോളൂ. 23-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അർച്ചന ആറിന് പിറന്നാൾ ആശംസ, പിറന്നാൾ ആശംസ, പിറന്നാൾ ആശംസ. ഒരു വെറൈറ്റിക്ക് കണക്കെട്ടെന്ന് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യ്. ഭാഗ്യമാഷിന്റെ പാട്ടും ഡാൻസും കൂടെ 2 വഴിക്ക് പോയത്. അതന്നെ, ഇല്ലെങ്കിൽ 2 കൂടെ കൂട്ടിയിടിച്ച് വലിയ അപകടം നടന്നേന്. എന്റെ റീൽ വൈറലായി 10 മില്യൺ വ്യൂസ്. മാഷേ എന്തായാലും വീഡിയോ വൈറലായാലേ ഇനി ഇവളുടെ കല്യാണം നോക്കാം. അയ്യോ അത്ര ആയ പറ്റത്തില്ലമ്മേ. ഇനി ആട് വരണം, എന്നാലല്ലേ പൈസ കിട്ടത്തുള്ളൂ. എങ്ങോട്ട് പോവാ? ആട് വരണമെന്ന് പറഞ്ഞ് അയക്കാൻ പോയത്. ആ ആടല്ല ഞാൻ പറഞ്ഞത്, പരസ്യം. ആ ആട് വരണമെന്നാണ് എന്റെ ഗോൾഡൻ മമ്മി. ഗോൾഡൻ മമ്മിയാ? എന്റെ പൊന്ന അമ്മച്ചീന്ന്. അമ്മ എനിക്ക് 2 മില്യൺ ഫോളോവേഴ്സ് ആയി. അയ്യോ ഞാൻ വൈറലായേ. ഇനി എനിക്ക് സീരിയലായി, സിനിമയായി, എന്തൊക്കെയായി, ഞാൻ വൈറലായി. അയ്യോ ഇനി ഇവക്കടെ കല്യാണം നടക്കത്തില്ല. അവളിപ്പോ റീൽസിന്റെ മായാലോകത്താ. അവളിപ്പോ സെലിബ്രിറ്റി അല്ലേ? അങ്ങനൊന്നും അല്ലമ്മേ, ഏറിപ്പോയാ ഒരു 2 മാസം. മനസ്സിലായില്ല അമ്മേ, ഇന്ന് ഇവൾ സ്റ്റാറായി, നാളെ വേറെ ആൾ വരുമ്പോ അവർ സ്റ്റാറാവും. മനസ്സിലായില്ല. അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. പറഞ്ഞ ഇന്ന് സോന സ്റ്റാറാക്കിയ അതേ ആൾക്കാർ തന്നെ ഇവളെ താത്തി വെച്ചിട്ട് നാളെ വേറെ ആൾ വരുമ്പോ അവരെ സ്റ്റാറാക്കും. അമ്മേ, സോഷ്യൽ മീഡിയക്ക് സ്ഥിരമായിട്ട് സ്റ്റാറുകളില്ല. നമ്മൾ ഈ ക്രിസ്മസിന്റെ സ്റ്റാർ നോക്കിയെടുത്തി ആവശ്യം കഴിയുമ്പോ ഒരു മൂലയിലോട്ടിടും. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും. സോഷ്യൽ മീഡിയക്ക് സ്ഥിരമായിട്ട് സ്റ്റാറുകൾ ഇല്ലമ്മേ. അയ്യോ മനസ്സിലായില്ല വീണ്ടും. അമ്മേ, ഇന്ന് നീ സ്റ്റാറാങ്കി. ഇനി ഈസ്റ്റർ ആയിരുന്നെങ്കിൽ ചിക്കൻ നിന്ന് ഞാൻ മരിച്ചേനെ. ഈസ്റ്ററാണെന്നാണോ ഞാൻ പറഞ്ഞത്? ഇന്ന് നീ സ്റ്റാറാങ്കി, നാളെ ഞാൻ സ്റ്റാർ. ട്രാൻസ്ഫറോ? എന്റെ പൊന്നോ, വലിച്ചു നീട്ടിക്കൊണ്ട് പോവല്ലേ. നിർത്തി. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.